അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രിക്കായുള്ള കാത്തിരിപ്പ് 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ ചർച്ചകൾ അവസാനിക്കുന്നില്ല. KPCC മുൻ അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് ഇന്ന് കേൾക്കുന്നുണ്ട്. പൊതുവികാരം മനസ്സിലാക്കാൻ നിയോഗിച്ച രഹസ്യ നിരീക്ഷകരുടെ റിപ്പോർട്ടും ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിലെത്തിയേക്കും. നാളെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് ഡൽഹിയിലേക്ക് തിരിക്കും മുൻപ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ചെല്ലട്ടെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയട്ടെ. ഇന്നാ നാളെയായിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇല്ല, അവരൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും. ഇന്നിപ്പോ ഇലക്ഷൻ റിസൾട്ട് 102 സീറ്റ് UDF കൊടുത്ത കേരളം കൊടുത്ത വലിയ എംഫാറ്റിക് വിക്ടറി എന്ന് പറയാവുന്ന വിജയം കൊടുത്ത ഇന്ന് 8ാം ദിവസമാണ്, 9ാം ദിവസമാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഗ്രൗണ്ട് സീറോയിൽ തന്നെ നിൽക്കുന്നു. ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് 3 പേരിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർ കഴിയുന്നില്ല. അതിന്റെ പേരിലാണ് കൂടുതൽ ചർച്ചകൾ. ആ പ്രഖ്യാപനം അങ്ങനെ വൈകുന്നതിൽ ഇന്നലെ മലപ്പുറം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞായിരുന്നു, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. MLA മാർക്ക് ഒരു ആഹ്ലാദ പ്രകടനം പോലും നിർത്താൻ കഴിയുന്നില്ല. ആൾക്കാർ മുഴുവൻ ചോദിക്കുകയാണ്, ഫോണിലേക്ക് സന്ദേശങ്ങളുടെ പ്രവാഹമാണ്. അത് ലീഗുകാരൻ്റെ മാത്രം പ്രശ്നമല്ല, കോൺഗ്രസുകാരൻ്റെയും ജയിച്ച MLA മാരുടെയും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗ് അടക്കം UDF ഘടകകക്ഷികളും കടുത്ത അമർഷത്തിലാണ്. ഡൽഹിയിൽ നിന്ന് വിനിത വിജി, തിരുവനന്തപുരത്ത് R ശ്രീത്ത് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനിതയിലേക്കാണ്. വിനിത, ഇന്നെങ്കിലും വരുമോ? ഇന്നെങ്കിലും അറിയാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് പ്രവിത. ഹാഷ്മി, ഇന്നെങ്കിലും ഉണ്ടായേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ന് ഏതാണ്ട് രാത്രി അല്ലെങ്കിൽ നാളെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് AICC വൃത്തങ്ങളും ഹൈക്കമാൻഡും ഒക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. ഏറ്റവും അവസാനഘട്ട ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇതിനു മുൻപ് നടന്ന ചർച്ചകളും അവസാനഘട്ട ചർച്ചകൾ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതാണെങ്കിലും ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വലിയ വിയോജിപ്പിൽ തന്നെയാണ് ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്തെങ്കിലും ഒന്ന് നമ്മൾ ഈ കോമഡിയായിട്ടൊക്കെ പറയുന്ന പോലെ ഒന്ന് തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഏതാണെങ്കിലും ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് നിർണായക ചർച്ചകൾ തന്നെയാണ്. നേതാക്കളൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്കുള്ള സമയം, യോഗത്തിൻ്റെയൊക്കെ ഒരു സമയം ഇനി നൽകും. അതനുസരിച്ച് ഇപ്പോൾ കേരള ഹൗസിലൊക്കെയാണ് നേതാക്കൾ ഉള്ളത്. അവർ അവിടെ നിന്ന് ഈ യോഗത്തിനായി പോവുകയും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലേക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കേരളത്തിലെ മുതിർന്ന നേതാക്കളൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരുടെ കൂടി അഭിപ്രായം തേടിയതിനു ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നൊരു നിലയിലേക്ക് എത്തുന്നത് കാര്യങ്ങൾ. തുടർന്നാണ് നേതാക്കളെയൊക്കെ തന്നെ ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അവരൊക്കെ തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അന്തിമ തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഏറ്റവും അവസാന നിമിഷവും ഈ 3 നേതാക്കളുടെയും ക്യാമ്പുകൾ അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ സംസാരിക്കുമ്പോൾ ആ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പുകളൊക്കെ തന്നെ പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം VDക്കും ഒപ്പം തന്നെ KCക്കും ഒക്കെ ഒരു മുൻതൂക്കമുണ്ടെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം ഈ ഘട്ടത്തിൽ തേടാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ അവർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു പൊതുവികാരം എങ്ങനെയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അവർ റിപ്പോർട്ട് നൽകുക. ഈ കാര്യങ്ങളൊക്കെ അവർ അന്തിമഘട്ടത്തിൽ വിലയിരുത്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്നു ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, ശ്രീത്തോട് ചേരുന്നു. ശ്രീത്ത്, ഈ നാളെ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഏതോ രണ്ട് സീക്രട്ട് ഒബ്സർവർമാർ ഈ പറഞ്ഞ വേഷം മാറി എന്താണ് പൊതുവികാരം എന്ന് തെരഞ്ഞു നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വേറെ ഏതോ ഒരു സമിതി അന്വേഷിക്കുന്നുണ്ട്. അത് പൊതുവികാരം അറിയാൻ റിപ്പോർട്ട് ഇന്ന് കൊടുക്കും എന്നുകൂടി കേൾക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോവുകയാണ്. ചർച്ചകൾ. ശ്രീത്ത, ഇവിടെ ഘടകകക്ഷികളടക്കം വലിയ അതൃപ്തിയിലാണ് ആ തീരുമാനം വൈകുന്നതിൽ. വൈകുമെന്ന് ചോദിച്ചാൽ ഒരുപാടങ്ങ് വൈകിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ 102 സീറ്റിന്റെ വലിയ വിജയത്തിന്റെ തിളക്കത്തിലാണ് ആ വൈകൽ വിമർശന വിധേയമാവുന്നത്. ശ്രീത്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. തന്നെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം കോൺഗ്രസിന്റെ അധികം വൈകിയെന്ന് പറയാൻ കഴിയില്ല.
കാരണം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നത് മെയ് 2-നാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് മെയ് 20-നാണ്. എന്നാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സംബന്ധിച്ച് തർക്കമില്ലായിരുന്നു എന്നത് വേറെ കാര്യം. എങ്കിൽ പോലും അത്രയും വൈകിയൊക്കെ സത്യപ്രതിജ്ഞ നടന്ന ചരിത്രം സമീപകാലത്ത് തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ ഈ വൈകലിനെ ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം ഒരു വളരെ ആശങ്കയോടെ അല്ലെങ്കിൽ അതൃപ്തിയോടെ കാണുന്നതിന് കാരണം മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ നടക്കുന്ന വടംവലികളാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി നടക്കുന്ന കരുനീക്കങ്ങളും അതുണ്ടാക്കിയ പ്രശ്നങ്ങളുമാണ് ഇത് വൈകി എന്നൊരു പൊതുധാരണ, ഒരു പൊതുപ്രതീതി ഉണ്ടാക്കാൻ ഇട നൽകിയത്. ഇവിടെ കേരളത്തിലെ സാഹചര്യം വിലയിരുത്താനായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിലും മറ്റും ഇത്തരത്തിലുള്ള അതൃപ്തിയെപ്പറ്റി കാര്യമായ പരാമർശം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം പൊതുവികാരം എന്താണ് എന്ന കാര്യം ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ തെരുവുകളിൽ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് തയ്യാറെടുത്തത്. ഇവിടെ നിന്ന് പോകുന്ന നേതാക്കളിൽ ഭൂരിപക്ഷവും നേരത്തെ MLA-മാരുടെ പിന്തുണ പോലെ തന്നെ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 3 പേരും AP അനിൽകുമാർ ആകട്ടെ, PC വിഷ്ണുനാഥ് ആകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ അവർ അനുകൂലിക്കുന്നത് VD സതീഷിനെ അല്ല, മറിച്ച് KC വേണുഗോപാലിനെയാണ്. K മുരളീധരനും അതോടൊപ്പം തന്നെ AK ആന്റണി അടക്കമുള്ളവർ മാത്രമാണ് AK ആന്റണി ഇവിടെ പോകുന്നില്ല എങ്കിൽ പോലും അവർക്കൊക്കെ മാത്രമാണ് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകളിലും ഭൂരിപക്ഷം KC വേണുഗോപാലിനെ അനുകൂലിക്കുമ്പോൾ ഹൈക്കമാൻഡ് ഈ പൊതുവികാരമാണോ പരിഗണിക്കുക, അതോ MLA-മാരുടെ ഭൂരിപക്ഷവും നേതാക്കളുടെ ഭൂരിപക്ഷവുമാണോ എന്ന ചോദ്യം ഇവിടെയുണ്ട്. എന്തായാലും ഈ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമങ്ങളെ കണ്ടോ പത്രക്കുറിപ്പായി ഇറക്കി ഈ തീരുമാനം പ്രഖ്യാപിക്കും. തീരുമാനമെല്ലാം ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്ത സാഹചര്യത്തിൽ 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 നേതാക്കളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. എന്നാൽ ഇവർക്കെല്ലാവർക്കും കൂടി സ്വീകാര്യമായ ഒരു പാക്കേജ് കൂടി തയ്യാറാക്കിക്കൊണ്ടായിരിക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കുക. അത് സംഘടനാപരമായി മറ്റു നേതാക്കളെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ശ്രീജിത്താണ് കേരളത്തിലെ സാഹചര്യം എന്താണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി വീണ്ടും വിനീത വിജിയിലേക്ക് പോവുകയാണ്. വിനീത ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനീത, നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തുടങ്ങാം. അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ട്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു. മാത്രമല്ല AICCക്ക് സാധ്യമായ എല്ലാ രീതിയിലും എല്ലാ നേതാക്കളെയും കണ്ട് കൂടിക്കാഴ്ച നടത്തി രഹസ്യ നിരീക്ഷകരെ കേരളത്തിലേക്ക് വിടുന്നു. അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ എന്തായാലും മറ്റ് 2 നേതാക്കളെ, അതായത് ഇപ്പോൾ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി, ഒരു ഉദാഹരണമാണ് കേട്ടോ, ആണെങ്കിൽ മറ്റ് 2 VD സതീശനെയും ഒപ്പം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളതൊരു വലിയ കടമ്പ തന്നെയാണ് AICC സംബന്ധിച്ചപ്പോൾ ഈ രീതിയിലുള്ള ചർച്ചകൾ കൂടി അവിടെ നടക്കാൻ സാധ്യതയില്ല. അതിനുശേഷം മാത്രമായിരിക്കും ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുക. പ്രവിധ സൂചിപ്പിച്ചത് തന്നെയാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലേക്കൊരു നടപടി, അത് ഈ പ്രഖ്യാപനമൊക്കെ നീളാനും ആശയക്കുഴപ്പത്തിലും ഒക്കെ തന്നെ ആക്കിയിരിക്കുന്നത്. കാരണം ഈ 3 നേതാക്കളും അവർക്ക് പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് കേട്ടു. അങ്ങനെയെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുണ്ട് എന്നാണ് ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 നേതാക്കളും മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കമാൻഡിൻ്റെതായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപായി ഇവർക്ക് 3 പേരെയും ഒരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് നമുക്ക് നേരത്തെ ശ്രീജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഒരു പ്രത്യേക പാക്കേജ് എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതിൽ ഈ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരുകയാണ്. അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ, അത് ഒരു 7 വർഷത്തിന് കഴിഞ്ഞ് ആ പദവിയിലേക്ക് തുടരാൻ പാടില്ല എന്നുള്ളതൊക്കെയാണുള്ളത്. പക്ഷേ KC വേണുഗോപാലിന്റെ നിലയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീഷിനും രമേശ് ചെന്നിത്തലയ്ക്കും ഉന്നത വകുപ്പുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന വകുപ്പുകളോ ഒക്കെ നൽകിക്കൊണ്ട് ഒരു പ്രത്യേക പരിഗണനയായിരിക്കും നൽകുക. ഇനി KC അല്ല, അവിടെ രമേശ് ചെന്നിത്തലയാണ്, സീനിയോറിറ്റിയാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ VD സതീഷിന് ആഭ്യന്തരം പോലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ നൽകും. ഇങ്ങനെയുള്ള ഒരു സമവായത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് ഏത് മാനദണ്ഡത്തിന്റെ പേരിൽ, ഏത് മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ഇവരിൽ ആര്, ഈ 3 പേരിൽ മുഖ്യനാര് എന്നാണ് ഹൈക്കമാൻഡിന് തീരുമാനിക്കാനായിട്ടുള്ളത്. അത്തരം ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് മുൻപ് മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം അന്തിമ തീരുമാനം എന്ന നിലയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തേടാമെന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് നേതാക്കളുമായി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരിക്കും ഒരു അന്തിമ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുക. പ്രവിധ, ചർച്ചകൾ നടക്കട്ടെ.
ഇന്ന് വിനീതയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ, വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതെ, ഹാപ്പി ബർത്ത്ഡേ വിനീത. ഓളോട്ടായി പോയി തോന്നുന്നു. വിനീത കേട്ടില്ല. ഓക്കെ, ചിലവുണ്ട്. ശ്രീ തുടരുന്നു. ശ്രീത്ത്, അപ്പൊ ഇന്ന് മുൻ അധ്യക്ഷന്മാർ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ പോയി എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്, പിന്നെയും ചോദിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ നിലപാട് ആരായുന്നതിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് മനസ്സിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് കളക്റ്റീവ് ഉത്തരവാദിത്വം എടുക്കുന്ന തീരുമാനമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്ക് കൂടി നേതാക്കളെ കൂട്ടത്തോടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെ വിലയിരുത്താവോ? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ പഴിക്കാവോ ശ്രീജിത്ത്? ഹാഷ്മി, തീർച്ചയായും ഈ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നടത്തുന്ന കൺസൾട്ടേഷൻസ് ഒക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഹൈക്കമാൻഡ് ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനമല്ല, മറിച്ച് ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് കൈക്കൊണ്ട തീരുമാനമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലാണ് ഈ ഇടപെടലിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതായത് ആദ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വേദിയായ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ഘടകകക്ഷികളുടെ അഭിപ്രായം ആരാഞ്ഞു. ആ ഘട്ടത്തിലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞു. ഇനി കുറച്ചുകൂടി വിശാലമായ ഒരു കൺസൾട്ടേഷന്റെ ഭാഗമായി മറ്റ് മുൻ KPCC അധ്യക്ഷന്മാരുടെയും നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഒക്കെ അഭിപ്രായം തേടുന്നു. അങ്ങനെ പാർട്ടിയിലാകെ ആലോചിച്ചെടുത്തൊരു തീരുമാനം എന്ന നിലയ്ക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് കേവലം ഏകപക്ഷീയമായ ഒരു തീരുമാനമല്ല, മറിച്ച് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ പാർട്ടിയുടെ ജനാധിപത്യ ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കുക. അത് ആ ഒരു തന്ത്രം നിശ്ചയമായും ഇതിന് പിന്നിലുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ MLA-മാരുടെ ഭൂരിപക്ഷമാണോ അതോ പൊതുവികാരമാണോ ഒരു അളവുകോലായി മാറുന്നത് എന്നതാണ്. കഴിഞ്ഞ ഇതുവരെയുള്ള കോൺഗ്രസിന്റെ പാരമ്പര്യമനുസരിച്ച് ഒരിടത്തും MLA-മാരുടെ ഭൂരിപക്ഷത്തെ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടില്ല. അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോഴും ഹിമാചലിലെ സുഖ്വീന്ദർ സിംഗിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോഴും തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയെയും അതോടൊപ്പം തന്നെ കർണാടകയിലെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോഴും ഒക്കെ തന്നെ അവിടെ മാനദണ്ഡമായത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് എന്നാൽ ഇവിടെ കേരളത്തിൽ മറിച്ചൊരു സാഹചര്യമാണ്. ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവ്, ജനകീയ നേതാവ്, അദ്ദേഹം പൊതുവികാരത്തിന്റെയും ഘടകകക്ഷികളുടെയും പിന്തുണയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ അവകാശവാദം ഏറ്റവും ശക്തമായി ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനത്തിലേക്ക് പോകും? ആ തീരുമാനം എടുത്താൽ തന്നെ അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പോകുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയൊക്കെ ഹൈക്കമാൻഡ് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തൊരു തീരുമാനം എടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചില്ലെങ്കിൽ അത് ഹൈക്കമാൻഡിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ലീഗ് ആദ്യഘട്ടത്തിൽ നിലപാട് പറഞ്ഞു, അതിനുശേഷം അവർ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിനൊപ്പം നിൽക്കും എന്ന നിലപാട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് UDF-ന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അതിന്റെ ആത്യന്തിക തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരാളെ പ്രഖ്യാപിച്ചാൽ അതിൽ വലിയ തോതിൽ കലാപക്കൊടി ഉയർത്തേണ്ട കാര്യം ലീഗിനില്ല. പക്ഷേ പൊതുവികാരം, ജനവികാരം എന്നത് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ലീഗ് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് ബാധ്യസ്ഥമാണ്. എന്താണ് അവിടുത്തെ ആലോചനകൾ നിഖിൽ? പ്രവിത, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യം. അതിൽ പൊതുവെ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയാറില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ദൗത്യം. ഇവിടെ പക്ഷേ VD സതീശന് വേണ്ടി അതിശക്തമായ പ്രതിരോധം മുസ്ലിം ലീഗ് തീർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമീപ കാലഘട്ടങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ലീഗ് പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ സതീശൻ ഉയർത്തിയ ഒരു പ്രതിരോധമുണ്ട്. ഇപ്പൊ പ്രധാനമായും വെള്ളാപ്പള്ളിയുടെ വിഷയം എടുക്കാം. വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കാൻ, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ മുസ്ലിം ലീഗിനൊപ്പം നിന്നത് VD സതീശൻ എന്ന ഒറ്റ നേതാവാണ്. എന്ന് മാത്രമല്ല, ഇക്കാലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ VD സതീശന്റെ പ്രവചനങ്ങൾ എത്രത്തോളം വ്യക്തമായിരുന്നു, കൃത്യമായിരുന്നു. ശരി നിഖിൽ, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അമർഷമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തത്? 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റുന്നില്ല എന്നാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ അവസ്ഥ അത് UDF-നെ സംബന്ധിച്ച് എനിക്കൊന്ന് ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും ഉണ്ട്, കോൺഗ്രസ്സുകാർക്കും. ഘടകകക്ഷികൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ MLA-മാരെ ആ കൂട്ടത്തിലുണ്ടല്ലോ. കോൺഗ്രസ്സുകാരായ MLA-മാരെ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും തന്നെ ഇത് പറയുന്നുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, പോകുമ്പോഴത്തേക്ക് ആൾക്കാർ വട്ടം കൂടി ചോദിക്കുകയാണ്. വീട്ടിൽ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ MLA നമുക്കറിയാം. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. MLA-മാരുടെ പോട്ടെ,
അപ്പൊ നമ്മൾ തന്നെ ചായ കുടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കൂ. ആൾക്കാർക്ക് ചോദിക്കരുത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല മുൻപ് നമ്മൾ സൂചിപ്പിക്കാൻ മുഖ്യമന്ത്രിയായി മുൻപ് LDF പിണറായി വിജയന്റെ മാത്രം പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട് ഈക്വലി ക്വാളിഫൈഡ് ഉള്ള, അതുകൊണ്ടാണ് ഇതിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനെ മുന്നോട്ട് വെക്കാത്തത് തിരഞ്ഞെടുപ്പ് സമയത്തെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനമാകുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തമ്മിലടിയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും മുഖ്യമന്ത്രി 102 സീറ്റിന്റെ വലിയ വിജയം, അതിന്റെ ഒരു ഗ്ലോറി, അതിന്റെ ഒരു ഗ്രേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തമ്മിലടി കളയും എന്ന പ്രവർത്തകർക്കിടയിൽ, സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു പൊതുവികാരമായി ഉണ്ട്. അത് ഹൈക്കമാൻഡൊക്കെ മനസ്സിലാക്കിയെന്നാണ്. ഇപ്പോൾ ഇന്നലെ 3 വർക്കിംഗ് പ്രസിഡന്റ് അങ്ങോട്ടേക്ക് പോയിരുന്നു. 3 വർക്കിംഗ് പ്രസിഡന്റ്മാരെന്തോ KC പക്ഷക്കാരാണെന്നൊക്കെ VD ക്യാമ്പ് അതിർത്തി. ഈ പറയുന്ന ഹൈക്കമാൻഡ് പറഞ്ഞു, എന്നിട്ട് പോലും ആ ഫ്ലക്സ് യുദ്ധം തുടരുന്നു, VDക്കെതിരെ എന്ന് KC ക്യാമ്പിന് പരാതി. അങ്ങനെ പരാതികൾ. അതിനിടയിൽ നട്ടം തിരിയാണ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുമെന്നൊരു പിടുത്തമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.